ഭാര്യയ്ക്ക് രോഗമായാൽ അവളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ഫീസ് കൊടുക്കലും മരുന്ന് വാങ്ങിക്കൊടുക്കലും ഭർത്താവിന് നിർബന്ധമാണോ? ഉത്തരം: നിർബന്ധമില്ല. ചികിത്സ നിർബന്ധമില്ലെന്നതിൻ്റെ വിവക്ഷ ഭാര്യയുടെ അവകാശമെന്ന നിലയിൽ ഭർത്താവിനെ അതിനെ നിർബന്ധിപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്നും അതിൻ്റെ പേരിൽ അവകാശ ലംഘനത്തിന് ഭർത്താവിനെതിരെ നടപടി സ്വീകരിക്കാൻ ഭാര്യയ്ക്ക് അവകാശമില്ലെന്നുമാണ്. പ്രത്യുത ഭാര്യ രോഗിയായാൽ അവളെ അവഗണിക്കണമെന്നോ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കണമെന്നോ അല്ല, ഭാര്യയോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചികിത്സ ഭാര്യയുടെ മൗലികാവകാശമായി പ്രഖ്യാപിക്കാത്തതിലുള്ള തത്വമെന്ത്? ഉത്തരം: ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഭർത്താവിനെ ശല്യം ചെയ്യും. അതിൻ്റെ പേരിൽ കോടതി മുഖേന വിവാഹം ദുർബലപ്പെടുത്താൻ ശ്രമിക്കും. രോഗങ്ങൾ പലതും പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഗോപ്യമായ രോഗം തനിക്കുണ്ടെന്ന് ഭാര്യയ്ക്ക് എപ്പോഴും വാദിക്കാം. അതിനെ നിഷേധിക്കാൻ ഭർത്താവിന് കഴിയുകയുമില്ല. ചികിത്സ നിർബന്ധമാക്കാത്തതിൽ ഇത്തരം യുക്തികളെല്ലാം ഉണ്ട്. രോഗം എന്നത് സാധാരണമല്ല, വല്ലപ്പോഴുമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇസ്ലാം വ്യവസ്ഥ ചെയ്ത ചെലവ് വിഹിതം പൂർണ്ണമായി ഭാര്യയ്ക്ക് കിട്ടിയാൽ സാധാരണഗതിയിൽ അതിൽ നിന്ന് മിച്ചം വെക്കാൻ അവൾക്ക് സാധിക്കും. ചികിത്സാവശ്യാർത്ഥം അത് വിനിയോഗിക്കുകയും ചെയ്യാം. ഭാര്യ പിണങ്ങിയാൽ അവളുടെ ചെലവ് കൊടുക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയല്ലോ. പിണക്കം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: ഭർത്താവിന് അനുസരിക്കാതിരിക്കുക, ആർത്തവം, രോഗം, ലിംഗം വലുതാവുക തുടങ്ങിയ കാര്യങ്ങൾ കൂടാതെ സുഖാസ്വാദനത്തെ തൊട്ട് ഭർത്താവിനെ വിലങ്ങുക, അവൻ്റെ സമ്മതമോ തൃപ്തിയോ കൂടാതെ അവൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെടുക എന്നിവ കൊണ്ടെല്ലാം പിണക്കം ഉണ്ടാകും. അല്പസമയം പിണങ്ങിയാലും ചെലവ് നഷ്ടപ്പെടുമോ? ഉത്തരം: അതെ. ആ ദിവസത്തെ ചെലവും 6 മാസത്തെ വസ്ത്രവും നഷ്ടപ്പെടും. പിണങ്ങിയ വേളയിൽ അവൻ അവളെക്കൊണ്ട് സുഖമെടുത്താലോ? ഉത്തരം: എങ്കിൽ ചിലവ് നഷ്ടപ്പെടില്ല. അവൻ അത് നൽകൽ നിർബന്ധമാകും. അവളുടെ പിണക്കത്തിന് അവൻ മാപ്പ് നൽകിയാലും അവളുടെ ചെലവ് നഷ്ടപ്പെടില്ല. കാരണത്തോടുകൂടി ഭാര്യ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ സമ്മതം കൂടാതെ പുറത്തിറങ്ങിയാൽ പിണക്കമാവില്ലല്ലോ. എന്തെല്ലാമാണ് കാരണങ്ങൾ? ഉത്തരം: വീട് പൊളിഞ്ഞു വീഴാറാവുക, ദുർനടപ്പുകാരനോ കള്ളനോ തൻ്റെ ദേഹധനാദികളെ ആക്രമിക്കുമെന്ന് ഭയപ്പെടുക, ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം കരസ്ഥമാക്കാൻ ഖാദിയുടെ അടുത്തേക്ക് പോവുക, വിശ്വസ്തനായ ഭർത്താവോ അവളുമായി വിവാഹബന്ധം നിഷിദ്ധമായവരോ അവൾക്കാവശ്യമായ നിർബന്ധ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കാൻ പര്യാപ്തമല്ലെങ്കിൽ അത്തരം അറിവ് നേടാൻ പുറപ്പെടുക, ഭർത്താവ് ദരിദ്രനാണെങ്കിൽ കച്ചവടം ചെയ്തോ മറ്റോ ജോലി ചെയ്ത് ചെലവ് വിഹിതം ഉണ്ടാക്കാൻ പോവുക എന്നിവയെല്ലാം പുറത്തു പോകാനുള്ള കാരണങ്ങളാണ്. ഭർത്താവിൻ്റെ തൃപ്തി ഭാവിക്കുമ്പോൾ രോഗസന്ദർശനം, ബന്ധുവീട് സന്ദർശിക്കുക എന്നതിന് വേണ്ടി പുറത്തുപോയിക്കൂടെ? ഉത്തരം: പോവാം. അതൊന്നും പിണക്കമായി പരിഗണിക്കില്ല.